Hello guys, welcome to my YouTube channel Study Bites. So ഇന്നത്തെ അമിനോ ആസിഡാണ് ഗ്ലൈസിൻ. ഗ്ലൈസിൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ പോളാർ ആലിഫാറ്റിക് അമിനോ ആസിഡ് ആണ്. നോൺ പോളാർ എന്ന് പറയുമ്പോൾ അതായത് ചാർജ് ഇല്ലാത്ത അമിനോ ആസിഡ് ആണ്. അതായത് പോസിറ്റീവ് ഇല്ല നെഗറ്റീവ് ഇല്ല ഒരു ചാർജ് ഇല്ലാത്ത ഒരു അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഏറ്റവും അമിനോ ആസിഡ്സിൽ നോക്കുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറഞ്ഞ സെക്കൻഡറി സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് ഏറ്റവും കൂടുതൽ പ്ലോട്ടിനകത്ത് അലൗഡ് ചെയ്തിട്ടുള്ള ഒരു അമിനോ ആസിഡും ഗ്ലൈസിൻ തന്നെയാണ്. ഗ്ലൈസിനകത്ത് R ഗ്രൂപ്പ് എല്ലാ അമിനോ ആസിഡിനും അതിന്റെ R ഗ്രൂപ്പിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഗ്ലൈസിന്റെ R ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a സിംഗിൾ ഹൈഡ്രജൻ ആറ്റം ആണ് ഗ്ലൈസിന്റെ R ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഗ്ലൈസിൻ ഒരു അക്കൈറൽ ആയിട്ടൊരു അമിനോ ആസിഡ് ആണ്. എന്താണ് അക്കൈറൽ? അതായത് ആൽഫ കാർബണിന്റെ പൊതുവെ ആൽഫ കാർബണിന്റെ 4 വശത്തും ഇരിക്കുന്ന മോളിക്യൂൾസ് എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ കൈറൽ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. എല്ലാ അമിനോ ആസിഡും കൈറൽ ആണ്, പക്ഷേ ഗ്ലൈസിൻ മാത്രമാണ് അക്കൈറൽ. കാരണം ഗ്ലൈസിനകത്ത് 4 മോളിക്യൂളിനകത്ത് 2 മോളിക്യൂൾ എന്താണ്? സെയിം തന്നെയാണ്. ഫംഗ്ഷൻ ഗ്രൂപ്പും എന്താണ്? ഹൈഡ്രജൻ ആണ്. ഓൾറെഡി ഹൈഡ്രജൻ എല്ലാ അമിനോ ആസിഡും പ്രസന്റ് ആണ്. ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പും എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പം 2 ഹൈഡ്രജൻ ഗ്രൂപ്പാണ് വന്നേക്കുന്നത്. ബാക്കി എന്താണ്? അപ്പൊ ടോട്ടൽ 3 ഗ്രൂപ്പിന് മാത്രം വ്യത്യാസമാണ്, 2 ഗ്രൂപ്പ് അവിടെ സിമിലർ ആയിട്ടുമാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഗ്ലൈസിൻ അക്കൈറൽ എന്ന് പറയാൻ കാര്യം. നിങ്ങൾ ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് പോയിന്റ്, ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ് ആയിട്ട് ഒരു അമിനോ ആസിഡ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഇതിനകത്ത് കൈറൽ കാർബൺ ആറ്റം ഉണ്ടായത് കൊണ്ടാണ് ഇത് ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ്. എന്താണ് ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഗ്ലൈസിൻ ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ് കോമ്പൗണ്ട്. കാരണം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കില്ല? ഗ്ലൈസിൻ ഇല്ല. സോ താങ്ക് യു. അടുത്ത ദിവസം നമുക്ക് നെക്സ്റ്റ് അമിനോ ആസിഡ് ആയിട്ട് വരാം.